ഹലോ, ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ ചിക്കൻ തന്നെ ഫ്രൈ ചെയ്ത എണ്ണയുടെ ബാക്കിയാണ്, അതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ എണ്ണ തന്നെ യൂസ് ചെയ്തത്. അതിലേക്ക് ഒരു 4 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും അതേപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഇപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചട്ടിയിലായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് കുക്കായിക്കോളും. വേണമെങ്കിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. അതേപോലെ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഉള്ളി ഒന്ന് ഏകദേശം വഴന്നു വന്നു കഴിയുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ ആഡ് ചെയ്യുവാണ്. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പൊടി നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിൻ്റെ ഒരു അളവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് അളവ് വ്യത്യാസം വരുവേ. ഇനി അതേപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ അളവിൽ ഞാൻ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഒരു നോർമലി ഉള്ള ഒരു എരിവിന് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി മതിയാകും. അതിനുശേഷം ഞാനിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറിക്കിട്ടണം. അതിനുശേഷം ഞാനിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ ചിക്കൻ ഇട്ട് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ടാണ് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 കപ്പ് അളവിൽ, ചെറിയ കപ്പാണ്, 1-2 കപ്പ് അളവിൽ ചൂടുവെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചധികം ടൈമൊക്കെ ഉണ്ട്. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊന്ന് ഒന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി. ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്ന് നമുക്കത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കുറച്ച് ഗ്രേവിയും കൂടെ വേണ്ടതുകൊണ്ടാണ് ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് തിളച്ച് ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് രമ്പയിലയും അതേപോലെ പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നിങ്ങളുടെ ഫ്ലേവേഴ്സിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാത്തവർ അതൊന്നും ചേർക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടി അടച്ച് വെച്ച് ഇതിൻ്റെ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കറിയിൽ നിന്ന് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ ചിക്കനും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ ചട്ടിയിൽ തന്നെ ഇരുന്ന് വരട്ടി ഒരു കറുത്ത കളറൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ തന്നെ എടുത്ത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നല്ല കറിയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.